നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇറാന് ഒപ്പമോ സൗദി? ഭരണമാറ്റം ആവശ്യമില്ല എന്ന് പ്രസ്താവന വന്നത് സൗദി വിദേശകാര്യ സഹമന്ത്രിയിൽ നിന്ന്. ഇറാനിൽ ആക്രമണം ഉണ്ടാവില്ല, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആദ്യത്തെ റിപ്പോർട്ട് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യ, അതായത് റീജിയണിലെ തന്നെ മറ്റൊരു വൻ ശക്തിയായിട്ടുള്ള സൗദി അറേബ്യ ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ തങ്ങളുടെ നിലപാട് അതിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഒരു നിലപാട് അത് തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സൗദിയുടെ തന്നെ വിദേശകാര്യ സഹമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇറാനിലെ തന്നെ ജനങ്ങളാണ്. മറ്റൊരു രാജ്യത്തിനും വേറൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് തീരുമാനിക്കാനായിട്ടുള്ള അവകാശമില്ല എന്നാണ് ഇവിടെ സൗദി പറഞ്ഞു വെച്ചിരിക്കുന്നത്. സൗദിയുടെ വിദേശകാര്യ സഹമന്ത്രിയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രസ്താവന അത് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൗദി ഇറാനിൽ ഭരണകൂടം മാറണം എന്നൊരാവശ്യം ഇവിടെ ഉന്നയിക്കുന്നില്ല. പുറം രാജ്യങ്ങളുടെ ഇടപെടലുകൾ അത് തുറന്ന് എതിർക്കുകയും ചെയ്യുന്നു. ചിലർക്ക് തോന്നാം ഇറാനും സൗദിയുമായിട്ടുള്ള ബന്ധം അത് അത്ര കണ്ട് മികച്ചതാണ് എന്നാർക്കും തന്നെ പറയാൻ കഴിയില്ല. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ എന്തിന് സൗദി അമേരിക്കൻ അത്തരമൊരു താല്പര്യങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രസ്താവന നടത്തണം? അതായത് അമേരിക്കയുടെ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ സൗദി കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരമെന്ന് പറയുന്നത് പണ്ട് കാലത്ത് സൗദിയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. അതൊരു വാസ്തവം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കാലം മാറിയിട്ടുണ്ട്, സാഹചര്യവും ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മാറിയ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും കൂടുതൽ അടുത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ്, അതിനുള്ള ഏറ്റവും നല്ല പ്രൂഫാണ് 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദിയും അവരുടെ ഡിപ്ലോമാറ്റിക് ബന്ധം അത് പുനഃസ്ഥാപിച്ചത്. എന്നാൽ സൗദി ഇങ്ങനെ പറയാൻ, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയാൻ ചില കാരണങ്ങളുമുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകണം. അതായത് ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇറാഖ്, സദാം ഹുസൈൻ വീണു, രാജ്യം ഇന്നും അസ്ഥിരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, അതായത് ചരിത്രം നോക്കിയാൽ, ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പുറം ഇടപെടലുകൾ, മറ്റു രാജ്യങ്ങളുടെ ഇടപെടലുകൾ എന്നൊക്കെ ഒരു രാജ്യത്തിന് മേൽ ഉണ്ടായിട്ടുണ്ടോ അവിടെ സ്ഥിതി കൂടുതൽ വഷളായിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു റിപ്പോർട്ട് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതായത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, അതായത് ഇറാനിൽ ആക്രമണം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ള പ്രസ്താവന ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളാണ് ഈ ഒരു ഡൊണാൾഡ് ട്രംപിന് മേൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ തന്നെ ഈ ഒരു ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നതിൽ തന്നെ 2-3 രാജ്യങ്ങൾ എടുത്തു പറയണം. അതായത് സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ തന്നെ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇത്തരം ഒരു സമ്മർദ്ദത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിൽ സൗദി അറേബ്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സൗദി അറേബ്യയുടെ വാക്കുകൾ തന്നെ ലോങ് ഫാന്റാസ്റ്റിക് ലാസ്റ്റ് മിനിറ്റ് ഡിപ്ലോമാറ്റിക് എഫേർട്ട് എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. അതായത് ഒരു അവസാന നിമിഷത്തെ രക്ഷാപ്രവർത്തനമെന്നാണ് സൗദി ഇത്തരം ഒരു കാര്യത്തെ വിശേഷിപ്പിച്ചത്. അതായത് സൗദി, ഖത്തർ, അതുപോലെ തന്നെ ഈ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയപരമായിട്ട് ഇവർ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എങ്കിൽ കൂടിയും ഇവർക്കിടയിൽ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആശങ്ക അതവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇറാനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാവരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഇത്തരം രാജ്യങ്ങൾക്ക് തോന്നുന്നത് എന്ന് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് തന്നെ, ഇത്തരം ഒരു യുദ്ധം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഗൾഫ് എക്കോണമിയെയാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ അമേരിക്കൻ ബേസുകൾ
ഇത്തരം രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ സൗദി നോക്കിയാലും മറ്റ് പല രാജ്യങ്ങളിലും നോക്കിയാലും മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളിലും അമേരിക്കൻ ബേസുകളുണ്ട്. അമേരിക്ക ഇപ്പോൾ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ്റെ പ്രത്യാക്രമണം ഇത്തരം ബേസുകളിലേക്കും ഉണ്ടാകുമോ എന്നൊരാശങ്കയും ഈ രാജ്യങ്ങൾക്കുണ്ട്. അങ്ങനെ ആകെ മൊത്തം പറയുകയാണ് എന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഇപ്പോൾ യുദ്ധം ഒഴിവായിരിക്കുകയാണ്. നാളത്തെ കാര്യം എന്താകുമെന്ന് പറയാൻ കഴിയില്ല. ബട്ട് അറ്റ് ദിസ് മൂമെൻറ്റ് യുദ്ധം ഒഴിവായി എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ അൽ ജസീറയുടെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഒരു വശത്ത് സീസ് ഫയർ എന്ന് പറയുകയും, അതായത് അമേരിക്ക സീസ് ഫയർ ഡീലും എല്ലാമായി മുന്നോട്ട് വരുമ്പോഴും ഗസയിൽ വീണ്ടും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ 10 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണോ സീസ് ഫയർ എന്നുള്ളത് തന്നെയാണ്.